തൃശ്ശൂരിൽ 50ഓളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബി.ജെ.പിയിൽ ചേർന്നു. കെ കരുണാകരൻ അന്ത്യവിശ്രമം കൊള്ളുന്ന മുരളി മന്ദിരത്തിൽ വെച്ചാണ് അംഗത്വം സ്വീകരിച്ചത്. മണ്ഡല ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവരാണ് ബി.ജെ.പിയിലേക്ക് പോകുന്നത്. അശ്വിൻ പാലാഴി വിവരങ്ങൾ ചേർന്നു. അശ്വിൻ, എന്താണ്, എത്ര പേരാണ് പോകുന്നത്, എന്താണ് പരിപാടി? ഹാഷ്മി, കഴിഞ്ഞ കുറെ നാളുകളായി കോൺഗ്രസുമായി അകന്നു കഴിയുന്ന കുറച്ച് നേതാക്കളും പ്രവർത്തകരുമാണ് ഇന്ന് ബി.ജെ.പിയിലേക്ക് ചേർന്നത്. അവർ 50ഓളം പേർ വരും. മണ്ഡലം ഭാരവാഹിത്വത്തിലേക്ക് ഉണ്ടായിരുന്ന ആളുകളാണ് എന്നാണ് പറയുന്നത്. എന്തായാലും ആ 50 പേരെയും ഇന്ന് ബി.ജെ.പിയിലേക്ക് മെമ്പർഷിപ്പ് നൽകി സ്വീകരിച്ചു. അതിന്റെ ഏറ്റവും രാഷ്ട്രീയ പ്രാധാന്യം എന്ന് പറയുന്നത് തൃശൂരിൽ പൂങ്കുന്നത്തുള്ള കെ കരുണാകരന്റെ വീട്ടിലായിരുന്നു ഈ സ്വീകരണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുരളി മന്ദിരത്തിൽ കെ കരുണാകരന്റെ സ്മൃതി കുടീരത്തിനോട് ചേർന്നൊരുക്കിയ വേദിയിലാണ് ഈ 50 പേരെയും ബി.ജെ.പിയുടെ ഷാൾ അണിയിച്ച് കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ സ്വീകരിച്ചത്. അവിടെ ജയ്ബോലോ മുദ്രാവാക്യങ്ങൾ ഏറ്റുവിളിച്ചുകൊണ്ടാണ് ഇന്ന് കരുണാകരന്റെ പഴയ വീട് മുരളി മന്ദിരം ഇന്ന് മുഖരിതമായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായി തന്നെയാണ് കോൺഗ്രസിന്റേതല്ലാത്തൊരു രാഷ്ട്രീയ പരിപാടിക്ക് മുരളി മന്ദിരം വേദിയാകുന്നത് എന്നുള്ള രാഷ്ട്രീയ പ്രാധാന്യം കൂടി ഈ പരിപാടിക്കുണ്ട്. എന്തായാലും ആ പരിപാടിക്ക് ശേഷം പത്മജ വേണുഗോപാൽ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. കോൺഗ്രസിൽ മനസ്സുമടുത്താണ് പുറത്തേക്ക് പോകുന്നത്. ഇനിയും അങ്ങനെ മനസ്സുമടുത്തിരിക്കുന്ന പല ആളുകളുമുണ്ട്, പല നേതാക്കളുമുണ്ട്. അവരെ ഉടൻ തന്നെ കോൺഗ്രസിൽ നിന്നും അടർത്തി മാറ്റി ബി.ജെ.പിയിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞു. അതിന്റെ തുടക്കമായാണ് ഇപ്പോൾ 50 പേരെ താൻ മുൻകൈയെടുത്ത് ബി.ജെ.പിയിലേക്ക് എത്തിച്ചതെന്ന് പറയുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും വരും ആഴ്ചകളിലുമൊക്കെ ഒരുപക്ഷെ കൂടുതൽ കോൺഗ്രസ് പ്രവർത്തകർ ബി.ജെ.പിയിലേക്ക് എത്താനുള്ള ഒരു നീക്കം കൂടി നടക്കുന്നു എന്നതിന്റെ സൂചന കൂടിയാണ് വേണു ഇന്ന് തൃശൂർ പൂങ്കുന്നത്തെ ഹാഷ്മി എന്ന തൃശൂർ പൂങ്കുന്നത്തെ മുരളി മന്ദിരത്തിൽ കണ്ടത്. അശ്വിൻ പാലാഴി, ഇനി തെരഞ്ഞെടുപ്പിന് 17 ദിവസം മാത്രമാണ് ബാക്കി. ആ ദിവസങ്ങളിൽ യൂത്ത് കോൺഗ്രസ് ബി.ജെ.പിയിലേക്ക് പോകുന്നു എന്നുള്ളത് ഉറപ്പായും അവിടെ LDFന്റെ പ്രചരണ വിഷയമാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം ഏതളവിൽ ആ വിഷയം വികസിക്കുമെന്നത്. അവിടെ ഷാന് പറയുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ ഹാഷ്മി, എന്തുകൊണ്ട് വിഷയം? നല്ല വിഷയം.